مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الله تعالى സയ്യിദു ശുഹദാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഈ മജ്ലിസ് അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ മജ്ലിസിൽ പങ്കെടുത്ത നമ്മയൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. ഈ മജ്ലിസ് സംഘടിപ്പിക്കാൻ കാരണമായ വന്യരായ നമ്മളെ കുൽക്കൾ ഉസ്താദ് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമുക്കൊക്കെ ഒരുപാട് ഉമ്മത്തിന് ഉപകാരമുള്ള നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ഷഹീദ് എന്ന് പറഞ്ഞാൽ അതൊരു സാങ്കേതികമായ പദമാണത്. ഷഹീദിൻ്റെ നേരെ ഭാഷാർത്ഥം വെച്ചാൽ സാക്ഷിയാക്കപ്പെട്ട ആളെന്നാണ്. ഷഹീദായി കൊല്ലപ്പെട്ട വ്യക്തിയെ അല്ലാഹു തആല പ്രത്യേക ഷാഹിദായി നാളെ പരലോകത്ത് കൊണ്ടുവരും. എല്ലാവർക്കും സാക്ഷിയായി അവരെ കൊണ്ടുവരപ്പെടും. നമ്മളിപ്പോൾ ഹംസത്തുൽ ഖറാറിനെ മഹബത്ത് വെച്ച്, അല്ലെങ്കിൽ ബദരീങ്ങളെ നമ്മൾ ഒപ്പുവെച്ച്, അങ്ങനത്തെ ശുഹദാക്കളെ നമ്മൾ ഒപ്പുവെച്ചാൽ ആ ശുഹദാക്കൾക്ക് പ്രത്യേകമായി സാക്ഷി നിൽക്കാൻ അധികാരം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് നമ്മളെ കാര്യത്തിൽ സാക്ഷി നിന്നാൽ നമുക്കൊക്കെ ഇൻഷാ അല്ലാഹ് ആഖിബത്ത് നന്നാകും, ഖബർ റാഹത്താകും, മഹ്ശറ സന്തോഷമാകും. നാളെ റബ്ബിന്റെ ഹിസാബിന്റെ വേളയിൽ അവരുടെ ഒരു ഷഹാദത്ത് സാക്ഷി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയും. അങ്ങനെ ഷഹാദത്തിന് അധികാരം നൽകപ്പെട്ട, പ്രത്യേകമായ പദവി നൽകപ്പെട്ടവർക്കാണ് ഷഹീദ് എന്ന് പറയുക. ഇത് പറയണമെങ്കിൽ പൊതുയുദ്ധത്തിൽ വെച്ച് ഈ കൊല്ലപ്പെടണമോ കൊല്ലപ്പെടേണ്ടയോ, സത്യത്തിൽ ഷഹീദ് എന്ന മർത്തബ നേടാൻ കൊല്ലപ്പെടേണ്ട ആവശ്യമില്ല. കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിലും ഷഹീദ് എന്ന മർത്തബ നേടാം. അങ്ങനെയാണ് വസ്തുത. പക്ഷെ ഷഹീദിന് മർത്തബ നേടലെപ്പോഴാണ്? അതിന് നമ്മുടെ ഒന്ന് പൊതു ശത്രുവിൻ്റെ മുമ്പിൽ യുദ്ധത്തിനിറങ്ങി അള്ളാഹുവിൻ്റെ ദീനിന് ഇവിടെ വെളിവ് കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കലിമത്തു തൗഹീദിന് സ്ഥാനം കിട്ടുക എന്ന ലക്ഷ്യം. 7 മർത്തബകളിലായി 30 ഹിജാബുകൾ, 70 ഹിജാബ് താണ്ടിയവർക്ക് ആ ഷഹാദത്തിന്റെ ഉന്നതമായ ഉച്ചിയിൽ മർത്തബയിൽ എത്തിച്ചേരുള്ളൂ. അങ്ങനെ എത്തിച്ചേർന്ന് മരിച്ച ആളുകളെ സംബന്ധിച്ചും അവർ ഷഹീദ് എന്ന് പറയും. ചിത്രത്തിൽ അവർ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഒരു ഷഹീദായിട്ടുണ്ടാവില്ല, അങ്ങനത്തെ യുദ്ധം നടന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഓരോപോലെ നഫ്സിൽ ഒരു കൃത്യമായ യുദ്ധം നടത്തി സ്വന്തം നഫ്സിനെ മരിച്ച അവസ്ഥയിൽ, സ്വന്തം നഫ്സ് എന്നൊരു സംഗതി ഇവിടെ ഇല്ലാത്ത പരിഭവത്തിലാക്കി തീർക്കും. അവർക്ക് അവരുടെ നഫ്സ് എന്നൊരു സംഗതി ഇവിടെ ഉണ്ടാവില്ല. അവരടുക്കൽ ഒരൊറ്റ ഉജൂദേ ഉണ്ടാവുള്ളൂ, ഏകനായ റബ്ബ്. ബാക്കിയൊക്കെ അവൻ്റെ ഉജൂദിൻ്റെ ആധാറുകളായിരിക്കും. നമ്മളിത് പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ആസ്വാദനം നമുക്ക് വന്നിട്ടില്ല. പറച്ചിൽ വേറെയാണ്, ആസ്വാദനം മറ്റൊന്നാണ്. അല്ലാഹു നമുക്ക് ആസ്വദിക്കാൻ ഹംസത്തുൽ ഖറാറിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അത് വലിയ മർത്തബയാണ്. അതിന് ആത്മീയമായ യുദ്ധക്കളരിയിൽ യുദ്ധം ചെയ്ത് സ്വന്തം നഫ്സിന്റെ എല്ലാ പോരായ്മകളും നീക്കി എൻ്റെ നഫ്സിന് ഷഹ്വത്ത് എന്നൊരു സംഗതി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ ഒരു വലിയൊരു ഗുരുനാഥുണ്ടായിരുന്നു, അന്തൂർ മസ്താൻ എന്ന മൂപ്പരെ പറയപ്പെടുന്നു. മൂപ്പര് അതിർസ്ഥാനിൻ്റെ ആനക്കര നമ്മുടെ അച്ചപ്പുറപ്പള്ളിയിൽ പഴയ കാലത്ത് ഊതിയ ആളാണ്. മൂപ്പര് ഇവിടെ വടകര ഭാഗത്തുള്ള ആളാണ്. ബഹുമാനപ്പെട്ടവർ ഉള്ളാൾക്കുന്ന വലിയ ബിരുദമൊക്കെ നൽകി മദനി ബിരുദം വാങ്ങിയ ആളാണ്. വലിയ ആലിമാണ്. പക്ഷെ അവരെ കണ്ടാൽ അത് തോന്നില്ല. അങ്ങനെ മൂപ്പര് എന്ത് ചെയ്യും, ഈ ചെറുപ്പക്കാരങ്ങനെ കൂട്ടിയിട്ട് സിയാറത്തിന് പോകും. അത് മൂപ്പർക്കൊരു രസമാണ്. സിയാറത്തിന് പോകുമ്പോൾ മൂപ്പര് ഒപ്പമുള്ളവർക്ക് ഇങ്ങനെ എന്തെങ്കിലും പോയിന്റുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ മറിച്ചേക്കണ പണിയില്ല.
നഫ്സിന്റെ കിട്ടിയതായ എല്ലാ ഹിക്മത്തുകളും ഹഖായിഖുകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം നാവൂരത്ത് സിയാറത്തിന് പോയി. നാവൂരത്ത് സിയാറത്തിന് ചെയ്ത് അവിടെ മടങ്ങുമ്പോൾ മൂപ്പര് കൂടെയുള്ളവരോട് പറഞ്ഞു, സ്വന്തം നഫ്സ് അമ്മാറത്തിനെ, സ്വന്തം ശഹവത്തിനെ ഒരു മനുഷ്യൻ കൊന്നാൽ ഓന്റെ ഹഖീഖിയായ മരണം ഉണ്ടായി, മരിച്ചു കഴിഞ്ഞു. അങ്ങനെ സ്വന്തം ശഹവത്തിനെ കൊല്ലണം, വികാര ഇച്ഛകളെ കൊന്നുകളഞ്ഞാൽ ഓൻ സത്യത്തിൽ എന്ത് ചെയ്തു? മരിച്ച മനുഷ്യനായി. ഓന് പിന്നെ അങ്ങനത്തെ ഒരു സംഗതി ഇല്ലല്ലോ. അങ്ങനത്തെ മർത്തവ എത്തിയ ആൾക്ക് അവൻ്റെ റൂഹ് എപ്പോഴാണ് ഉയരുക എന്ന സമയം ഒന്ന് മുൻകൂട്ടി അറിയിച്ചു കൊടുക്കും. ഞാൻ അങ്ങനത്തെ ഒരു മർത്തവയിലെത്തിയാൽ ഞാൻ ഇത്രാം തീയതി ഇത്ര മണിക്ക് മരണപ്പെടുന്നൊക്കെ പറയാൻ കഴിയും, മുൻകൂട്ടി അറിയും. അതുകൊണ്ട് പൊന്നാര കുട്ടികളെ നമ്മൾ നാളെ ഉച്ചക്ക് മുമ്പ് പറയാം, തൃശ്ശിനാപ്പള്ളി നെഹർ ആലം ബാദുഷാന്റെ മഖാമിലെത്തും. ഇതെവിടുന്നാ പറഞ്ഞ നാവൂരത്ത് ഒരു രാത്രി ഫുള്ള് ഓടണം തൃശ്ശിനാപ്പള്ളിയിൽ എത്തണമെങ്കിൽ. തൃശ്ശിനാപ്പള്ളിയിൽ നാളെ ഉച്ചക്ക് നമ്മൾ എവിടെ എത്തും? നെഹർ ആലം ബാദുഷാന്റെ മഖാമിലെത്തും. അവിടുന്ന് നമ്മൾ യാസീൻ ഓതി നമ്മൾ ദുആ ചെയ്ത് ഈ അബ്ദുറഹ്മാൻ അവിടെ കിടന്ന് മരിക്കുന്നത്. അന്ന് മൂപ്പർക്ക് 50 വയസ്സാണ്. നല്ല ആരോഗ്യവാനാണ്, ഒരു പ്രശ്നമുള്ള ആളല്ല. പക്ഷെ മൂപ്പർ പറഞ്ഞതുകൊണ്ട് കൂടെയുള്ളവർക്ക് ഇത് സംഭവിച്ചുകൂടായില്ല. അതേ സ്ഥാനം കൂടെയുള്ളവർക്ക് ഏത് ചിന്തയുണ്ട്? ഇത് വേറെ വല്ല മയനാക്കും പറഞ്ഞതാണോ? അങ്ങനെ ചിന്തിച്ചവരുണ്ട്. യഥാർത്ഥത്തിൽ ഉച്ചക്ക് നട്ടുച്ച നേരത്ത് നെഹ്റുആലം ബാദുഷാന്റെ മഖാമിലെത്തി യാസീൻ ഓതി സുഹാർന്ന് അന്തൂർ മസ്താൻ അവിടെ കിടന്ന് ഒപ്പത്തായി. പിന്നെ മൂപ്പരെ ജനാസ എന്ന നാട്ടിലേക്ക് പറഞ്ഞത്. ഒരു രോഗമില്ല, ഒരു പ്രശ്നമില്ല, 50 വയസ്സുള്ള നല്ല ചെറുചുറുക്കുള്ള ആരോഗ്യമാണ്. തലേന്ന് പറയണേ സ്വന്തം ശഹവത്തിനെ കൊന്ന് ആത്മീയമായി മരിച്ചു കഴിഞ്ഞാൽ അവന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് എപ്പോ ഊരപ്പെടും ആ മരണം അല്ലാഹു മുൻകൂട്ടി അറിയിച്ചു കൊടുക്കും. അതുകൊണ്ട് മക്കളെ, നാളെ ഉച്ചക്ക് നെഹർ ആലം ബാദുഷാന്റെ മഖാമിൽ നിന്ന് സിയാറത്ത് കഴിഞ്ഞ് അബ്ദുറഹ്മാൻ അവിടെ മരിച്ചാൽ എന്റെ ജനാസകൾ നാട്ടിലേക്ക് കൊണ്ടുപോകണം. എന്റെ ഉമ്മാനോട് ചോദിക്കണം എവിടെയാണ് മറമാടേണ്ടത്. ഉമ്മ പറയുന്ന സ്ഥലത്ത് മറമാണ്. അവർക്ക് ഉമ്മ എന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനായിരുന്നു. അതെന്നെ അത് ശ്രോതാക്കളത് മർത്തവയാണ്. ആത്മീയമായ ഷഹീദാകണമെങ്കിൽ ഉമ്മാക്കും ബാപ്പാക്കും ഒക്കെ വലിയ പദവി സ്ഥാനം കൽപ്പിക്കണം. അത് ആ മർത്തവന്റെ ഒരു ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഹംസത്തുൽ കറാറിന്റെ പരിപാടി ആയതുകൊണ്ട് ഞാൻ ഷഹീദ് എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരി പങ്കന്റെ കാറ്റി ഭീമക്ക് വന്നിട്ട് പോകുന്നറിയാം. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, സലാമത്താക്കുമാറാകട്ടെ. അപ്പം അതാണ് അതുകൊണ്ടൊക്കെ മെനക്കെടുള്ള നമുക്ക് മരണം വരെ സമയമുള്ളൂ. അതിൻ്റെ ഇടയിലുള്ള ജീവിതം നമ്മൾ ക്ലിയർ ചെയ്യണം. ഇതൊരാളെ ബോധിപ്പിക്കാനോ ഒരാളെ തൃപ്തിപ്പെടുത്താനോ ഉള്ളതല്ല. എൻ്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്താനുള്ള ജീവിതം. നമ്മളെ കുരിക്കൽ ഉസ്താദ് ഇവിടെ ഈ പരിപാടിയൊക്കെ വെച്ച് പൊന്നനായ കോട്ടൂർ ഉസ്താദ് വന്നതായിരുന്നു. ഉസ്താദ് സുഖം ഇവിടേക്ക് പോയതില്ലപ്പോൾ ഇവിടുത്തെ ഈ പരിപാടിയായിട്ട് വന്നതാണ്. അതേമാതിരി വായാർ തങ്ങൾ നൂറുസാദാബ് തങ്ങൾ വന്നു. അവരൊക്കെ വന്ന് വേണ്ട ഈ മജ്ലിസിൽ നമ്മളൊക്കെ വിളിച്ചുകൂട്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഈ ഉറൂസ് നടത്തുമ്പോൾ നമ്മളിങ്ങനെ അത് ഒരു വന്ന് പോയി ചോറിൽ മാത്രമല്ല, ചോറും കൂടെ തിന്നണം. ആർച്ചച്ചോറ് തിന്നിട്ടില്ലെങ്കിൽ പണ്ട് കക്കടിപ്പുറത്തെ മോലേർ പാപ്പാൻ്റെ അടുത്ത് പുത്തമ്പള്ളി ഒരു മോലേര് വേർപ്പിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ മോലേർ പാപ്പ ചോദിച്ചു, അന്ന വലിയ മുദരീസാണ്, വലിയ ആലിമ, നിങ്ങൾ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പുത്തമ്പള്ളിയിൽ നിന്ന് വരികയാണ്. അപ്പോൾ പാപ്പ ആണ്ട് ചോദിച്ചു, പുത്തമ്പള്ളിക്കൊന്ന് ഉറൂസല്ലേ ചോദിച്ചു. അന്ന് ഉറൂസാണ് അത്. എന്നിട്ട് നേർച്ചച്ചോറ് കഴിച്ചേക്കണ ചോദിച്ചു. ഇല്ല, ഞാൻ ചോറ് കഴിച്ചിട്ടില്ല. എന്നാലേ ഞാൻ തോന്നുന്നെങ്കിൽ ആ ചോറ് കഴിച്ചിട്ടുണ്ട് വന്നാൽ മതിയാണ്. പുത്തമ്പള്ളിയൊക്കെ എന്ന് പറഞ്ഞു. ഈ സാധു പോയി ചോറ് കഴിച്ചു. ആ ചോറിന്റെ ബഹുമാനം അങ്ങനെയാണ്. ഈ നേർച്ചച്ചോറ് പറഞ്ഞാൽ അങ്ങനെ
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉഹദീങ്ങളെ മാസമാണ്. ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലം ബദർ യുദ്ധം എന്ന് പറയപ്പെടുന്ന ഘോരമായ ഒരു സമരമാണ്. മുത്തു റസൂലുള്ളാഹി ഹിജറ പോയതിന് ശേഷം ആദ്യമായി ഹിജറ 2-ാം കൊല്ലം സംഭവിക്കുന്ന യുദ്ധം ബദർ യുദ്ധം. നമുക്കറിയാം ബദർ യുദ്ധമാണ്. മുത്തു റസൂലുള്ളാഹി തങ്ങൾ വഹി കിട്ടി 13 വർഷത്തോളം മക്കയിൽ തന്നെ റസൂലുള്ള ജീവിച്ചു. ആ 13 വർഷത്തിലെ ഓരോ മാസങ്ങളും സമയങ്ങളും നിർണായകമാണ്. പല ചരിത്ര പാഠങ്ങളും അതിലുണ്ട്. അങ്ങനെ 53-ാമത്തെ വയസ്സിലാണ് മുത്തു റസൂലുള്ളാഹിനെ അല്ലാഹു തആല ഖുദ്സിയായ ഹൽറത്തിലേക്ക് വിളിക്കുന്നത്. ഇസ്റാ മിഅ്റാജ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു. റസൂലുള്ളാഹിന്റെ 13 കൊല്ലത്തെ ദൗത്യത്തിൽ റസൂലുള്ളാഹിന്റെ സമ്പൂർണ്ണമായ ദറജ ബാഹ്യമായി ഒന്ന് പ്രകടമാക്കിയ രാത്രിയാണ് ഇസ്റാ മിഅ്റാജിന്റെ രാത്രി. ബാഹ്യമായി പ്രകടിപ്പിച്ച രാത്രി. ഞങ്ങൾക്ക് മർത്തബ നേരത്തെ അല്ല കൊടുത്തിട്ടുണ്ട്. ഒരു മർത്തബയും കൊടുക്കാൻ ബാക്കിയില്ല. അത് ജനിക്കുമ്പോൾ തന്നെ ഉണ്ട് എല്ലാ മർത്തബയും. പക്ഷെ തങ്ങൾക്കത് പ്രകടമാക്കിയത് 13 വർഷത്തിന് ശേഷമാണ്. അത്രയും സാഹസവും പ്രയാസവും പ്രതിസന്ധിയും ഈ 13 കൊല്ലം മക്കയിൽ റസൂലുള്ള അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ കഴിഞ്ഞു വന്നിട്ടാണ് പിന്നത്തെ ഓർഡർ നബിയെ തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയിക്കൊണ്ടത്. അങ്ങനെയാണ് മുത്തുനബിയും സഹാബത്തും കൂടി മദീനയിലേക്ക് ഹിജറ പോകുന്നത്. ഹിജറ പോയത് അങ്ങനെയാണ്. ആ പോണ പോക്കിലാണ് സൗരമലിന്റെ ഗുഹയിലൊക്കെ മുത്തു റസൂലുള്ളാഹി ഇരുന്നതും ഒളിച്ചിരുന്നതൊക്കെ. അല്ലാഹു തആല ചരിത്രമായി വലിയ വലിയ പാഠങ്ങളാണ്. സൗറന്ന ഗുഹയിൽ പണ്ട് സന്മാർഗത്തേളുകൾ 2 സ്നേഹത്തിൻ കൈത്തിരിയേന്തി ഓടി വന്നു ആരും കാണാതെ അറിയാതെ ഒളിച്ചിരുന്നു. ചരിത്രപരമായി ഒരുപാട് സംഭവവികാസങ്ങൾ മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് ഹിജറ എന്ന് മുത്തുനബി ഒരു പള്ളി ഉണ്ടാക്കി, മദീന പള്ളി ഉണ്ടാക്കി, മസ്ജിദുൽ ഖുബാ എന്ന പള്ളി ഉണ്ടാക്കി. ഇസ്ലാമിക ദഅവത്തിൽ ഒരു നാട്ടിൽ നമ്മൾ പ്രവർത്തനം തുടങ്ങുമ്പോൾ ആദ്യം നമ്മളുടേതായ ഒരു പള്ളി നമ്മൾ സ്ഥാപിക്കണം. എന്നിട്ട് ആ പള്ളി കേന്ദ്രമാക്കി പ്രവർത്തിക്കുക. അതാണ് മഹല്ലി ജുമാ മസ്ജിദ്. നമ്മളെ നാട്ടിലൊക്കെ പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ പള്ളി കേന്ദ്രീകരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. ഇത് റസൂലുള്ള പഠിപ്പിച്ചു തന്നൊരു ആദമാണ്. അങ്ങനെ പള്ളി കേന്ദ്രീകരിച്ച് റസൂലുള്ള ജീവിച്ച്. അപ്പൊ മക്കാ മുശ്രിക്കീങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. ഇവിടുന്ന് മക്കത്തുനിന്ന് മദീനയിലേക്ക് കടന്ന മുത്തുനബി മുഹാജിറുകളും ഒരാളിന്റെ അവസ്ഥ എന്താന്ന് നോക്കുക. അപ്പൊ അവിടെ ഇങ്ങനെ ദർസ് നടക്കുക. പള്ളിയിൽ സുഫത്തിന്റെ അഹ്ലുകാരുടെ ദർസ് ഇങ്ങനെ നടക്കുകയാണ് പള്ളിയിൽ. നാനാഭാഗത്തിൽ നിന്ന് ആളുകൾ ഇങ്ങനെ കണ്ട് കേട്ടറിഞ്ഞ് വരിക, ഇസ്ലാം മതം വിശ്വസിക്കാണ്. അവിടെ മദീനയിൽ ഒരുപാട് തൂണുകളുണ്ട്. അതിൽപ്പെട്ട ഒരു തൂണാണ് ഉസ്തുവാനത്ത് ഉഫൂദ്. പല ദിക്കുകളിൽ നിന്ന് സംഘങ്ങൾ ചേർന്ന് വന്നതെന്ന് തങ്ങളോട് മസാലകൾ ചോദിച്ചു പഠിച്ച് അതിന് തീരുമാനം ഉണ്ടാക്കി കൊടുത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയുള്ള തൂണിനാണ് ഉസ്തുവാനത്ത് ഉഫൂദ് എന്ന് പറയാ. മദീന പള്ളിയിൽ ഒരുപാട് ഉസ്തുവാനത്തുകളുണ്ട്, ഒരുപാട് തൂണുകളുണ്ട്. ചരിത്രപരമായി ഒരുപാട് പാഠങ്ങൾ ആ തൂണുകൾക്കുണ്ട്. അങ്ങനത്തെ ഇങ്ങനെ കൂടുമ്പോ മക്കാ മുശ്രിക്കീങ്ങൾ ഇങ്ങനെ വിലയിരുത്തിയപ്പോ മുഹമ്മദും പാർട്ടിയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ മക്കാ മുശ്രിക്കീങ്ങൾ ചെയ്തു. എന്താ അവർ ചെയ്തത്? പൂർണ്ണമായി വേരോടെ പറിക്കണം, മുത്തുനബിനെയും ആ സഹാബത്തിനെയും പൂർണ്ണമായി ഇല്ലാതെയാക്കണമെന്ന് ലക്ഷ്യം വെച്ച് ആക്കം കൂട്ടിയ യുദ്ധമാണ് ബദർ യുദ്ധം. ആ ബദർ യുദ്ധത്തിന് ആക്കം കൂട്ടിയപ്പോ മക്കത്തെ മുശ്രിക്കീങ്ങളെ ഖുറൈശികളെ കൂട്ടത്തിലുള്ള ഓരോ വംശത്തിലെ ഓരോ തലവന്മാർ, അങ്ങനെ അബൂജഹലി എന്ന ഫിറഔന്റെ നേതൃത്വത്തിൽ 1000 നാടുവായി തമ്പുരാക്കന്മാർ, സർവായുധർ, സർവാഭ്യാസികൾ,
സർവസമ്പന്നർ, എന്തിനും കെൽപ്പിച്ച കേമന്മാർ. അതിന്റെ ലീഡർ ആരാ? അബൂജഹൽ. ലീഡറെ തെരഞ്ഞെടുത്തതിനെ ഇങ്ങനെ പുൽത്തോൽ ഇങ്ങനെ വിരിച്ചിട്ട് അബൂജഹൽ സിംഹാവടി എന്ന നൃത്തത്തിൽ സ്റ്റെപ്പ് വെച്ച് നിന്നു. കായികാഭ്യാസത്തിലെ ഒരു നൃത്തമാണ് സിംഹവടി. സിംഹവടി എന്ന നൃത്തത്തിൽ എന്ത് ചെയ്തു? സ്റ്റെപ്പ് വെച്ച് നിന്നിട്ട് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇന്നെ വലിച്ചു തള്ളിയിട്ടാൽ ആരാണോ തള്ളിയിട്ടത് ആ ആളായിരിക്കും ലീഡർ. ആർക്കും തള്ളിയിടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനായിരിക്കും ലീഡർ. അങ്ങനെ ഓരോരുത്തരും എല്ലാ കഴിവുള്ള ഓരോരുത്തരും വലിച്ചിട്ട് ഇതിങ്ങനെ കീറിപ്പോരാന്നല്ലാതെ അബൂജഹലിനൊക്കെ കൂട്ടില്ല. ആ നിന്നോടത്ത് തന്നെ പറഞ്ഞു പോന്ന് തന്റെ കാലിന്റെ സ്റ്റെപ്പിന്റെ 2 ചവിട്ടടി മാത്രം ബാക്കി ആ തോലും വന്ന് ബാക്കി മുഴുവനും നുള്ളിപ്പൊറിച്ചു. അബൂജഹൽ ഇളകിയില്ല. അപ്പൊ എല്ലാവരും കൂടി പറഞ്ഞു, അബുൽ ഹക്കമേ. അബൂജഹൽ എന്ന് നമ്മൾ പറഞ്ഞ പേരാ, ഓല് വിളിക്കണ പേരില്ല. അബുൽ ഹക്കം, അബുൽ ഹക്കമേ, നീ തന്നെയാണ് ഞങ്ങളെ ലീഡർ. അങ്ങനെ ലീഡർഷിപ്പോട് കൂടി വന്ന യുദ്ധമാണ് ബദർ. ഇവിടെ ആരാണ്? തങ്ങൾ വിവരം അറിഞ്ഞപ്പോ മുശ്രിക്കുകളൊക്കെ കൂടി നമ്മളെ കൊല്ലാൻ വേണ്ടി വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ തങ്ങൾ എന്ത് ചെയ്തു? സഹാബത്തിനോട് പറഞ്ഞു, പോണം ബദറിലേക്ക്. സഹാബത്ത് ചോദിച്ചു, നമ്മളെന്തൊക്കെ പട്ടിണി എടുക്കണ നമ്മളെന്ത് ചെയ്യും? വരുന്നത് ആരാ? അബൂജഹലും ഉത്തുബത്ത് ശൈബത്തൊക്കെ ഉണ്ട്. അള്ളാഹ് നമ്മളെ കൂടെ പോകണം. കൊടുത്ത് ഖുർആനിലൊരായത്തുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മൾ ആയത്തിൽ പഠിച്ചു വെക്കൽ ആവശ്യമാണ്. വലൻ യജ്അലല്ലാഹു ലിൽകാഫിരീന അലൽ മുഅ്മിനീന സബീലാ. വലൻ യജ്അലല്ലാഹു, അല്ലാഹു ആക്കൂല. ലന്നിട്ട് പറഞ്ഞ തീർച്ചയായും അല്ലാഹൂല. ലിൽകാഫിരീന, കാഫിരീങ്ങൾക്ക് അനുകൂലമായി, അലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് കേടായി, സബീല, ഒരു വഴിയും അല്ലാഹു ആക്കൂല. ഇതെന്തിനാ നമ്മൾ പേടിച്ചത്? നമ്മൾ ഇതിനെ ബേജാറാകേണ്ട ആവശ്യം? ഖുർആന്റെ പ്രഖ്യാപന വലൻ യജ്അലല്ലാഹു ലിൽകാഫിരീന അലൽ മുഅ്മിനീന സബീല. ചിലർക്ക് ഇത് ഓതിയപ്പോൾ ഒരു സംശയമാണ്, ആയത്തുണ്ടോ? സംശയിക്കൊന്നും വേണ്ട. സൂറത്തുൽ നിസായിലുണ്ട് ഈ ആയത്ത്. സൂറത്തുൽ നിസാ നോക്കണം, ഇപ്പോഴും ഇറങ്ങിയതൊന്നുമില്ല. വലൻ യജ്അലല്ലാഹു ലിൽകാഫിരീന അലൽ മുഅ്മിനീന സബീല. കാഫിരീങ്ങൾക്ക് അനുകൂലവും മുഅ്മിനീങ്ങൾക്ക് പ്രതികൂലവുമായി അല്ലാഹു ഒരു സബീലും ഇവിടെ വെക്കൂല. ഇത് പ്രഖ്യാപനം ഖുർആനിൽ അന്നുള്ളപ്പോഴാണ്. എങ്കിൽ മക്കാ മുശ്രിക്കീങ്ങൾ വേരോടെ പൊറിക്കാൻ വന്നു. നബിയും സഹാബത്തും പറ്റിക്കൂടി 313 ആള്. പല ഖിലാഫുണ്ട്. 300 ചില്ലറ ആള് തട്ടിക്കൂടി 8 ആള് 313 ആൾക്ക് 9 കുന്തം, അത്ര വാഹനം. ഇതവരെ ശക്തി. ഇതിലെങ്ങനെ യുദ്ധം ചെയ്യും? ഒരു തമ്മിൽ കുറിച്ച് വെച്ച് നേരം കഴിയൂലേ? പ്രിയമുള്ളവര്, ആ നിൽക്കാൻ പോയത്. പക്ഷെ ബദറിൽ ചെന്നിട്ട് അവളൊക്കെ കെട്ടി താവളം അടിച്ച് മുശ്രിക്കീങ്ങൾ വന്നു. ഘോരമായ യുദ്ധം നടന്നു. യുദ്ധത്തിൽ ആയത്തിന്റെ സാക്ഷാത്കാരം പ്രകടമായി. എന്ത്? വലൻ യജ്അലല്ലാഹു ലിൽകാഫിരീന അലൽ മുഅ്മിനീന. കാഫിരീങ്ങൾക്ക് മുഅ്മിനീങ്ങളെ മേലിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയൂല. ഖുർആൻ പ്രഖ്യാപിച്ചതാണ്. പിന്നെന്തിനാ അത്ര വലിയ ബേജാർ? ആ വിഷയത്തിലല്ല ബേജാറ്. അലൽ മുഅ്മിനീനാറിന്റെ കൂടുതൽ നമ്മൾ പെടുകയേ, അവിടെയാണ് പ്രശ്നം. അലൽ മുഅ്മിനീന എന്ന് പറഞ്ഞ കൂടുതൽ നമ്മൾ പെടുകയേ. നമുക്ക് കള്ള് കണ്ട അങ്ങനെ ഒരു അവസാനം, കഞ്ചാവ് കണ്ട ഒരു തിരിച്ചില്ല. പലിശ കൊടുക്കുക എന്നുള്ളത് നമുക്കൊരു തൊഴിലാണ്. പലിശ വാങ്ങാന്നുള്ളത് ഒരു സ്വഭാവമാണ്. ഇങ്ങനെ കണ്ട ഷഹവാത്തുകളിലേക്ക് മുഴുവനും തിരിച്ചുള്ള ആൾക്കാരെ സംബന്ധിച്ച് അലൽ മുഅ്മിനീന പറയാൻ പറ്റില്ലേ? അവിടെ പ്രശ്നം. അലൽ മുഅ്മിനീന ഉണ്ടോ? ആരും ഇവിടെ ഒന്നും ചെയ്യൂല. ഖുർആൻ പ്രത്യേകിച്ച് ബദറിൽ വന്നു. പൂർണ്ണമായ ഏറ്റുമുട്ടൽ നടന്നു. ഏറ്റുമുട്ടിയിട്ട് എന്താ ഉണ്ടായത്? മക്കയിലേക്ക് ഓടി തടിയിട്ടു. ആര്? മക്കാ മുശ്രിക്കുകൾ 70 മലമല്ലാതെ അത് കൊല ചെയ്യപ്പെട്ടു. ഇതാ ബദറിന്റെ ചരിത്രം. ഇതിന് തോറ്റ് പാഞ്ഞിട്ട് നാണക്കേട് സഹിക്കാൻ കഴിയായിട്ട്
ജനങ്ങളുടെ പുറത്തിറങ്ങാനുള്ള നാണം കൊണ്ട് കിളിപ്പിയത്തരം കൊണ്ട് പക വീട്ടാൻ വന്ന യുദ്ധമാണ് ഉഹുദ് യുദ്ധം. അത് 3-ാം കൊല്ലം, ബദർ 2-ാം കൊല്ലം. 3-ാം കൊല്ലത്തിൽ മുത്തുനബിന്റെ പ്രതിസന്ധി ഉഹുദ്. അപ്പോൾ ഇവര് 3000-ഓളം വരുന്ന സൈന്യങ്ങൾ പുറപ്പെട്ടു. തങ്ങളെ കൂടെയുള്ളവര് 1000-ഓളം. ഇങ്ങനെ കുറച്ച് ആൾക്കാർ മുനാഫിഖീങ്ങളായി മടങ്ങി പോന്നിട്ടാണ്. കുറച്ചുണ്ടായിട്ടുണ്ട്. മുത്തുനബിന്റെ നേതൃത്വത്തിൽ ഉഹുദ് രണാങ്കണത്തിൽ ഏറ്റുമുട്ടി. ഇതായി 3-ാം കൊല്ലം ഉണ്ടായത്. അവിടെ മറവട്ട് കിടക്കുന്ന ഉഹുദ് ശുഹദാക്കൾ അത്രേ. ഇന്ന് അവിടെ 4 ആളെ പേര് അറിയപ്പെടുക. ഒന്ന് ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ, ഒന്ന് അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ്, ഒന്ന് ഷമാസ് ബിൻ മുൻദിർ, ഒന്ന് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹും. അവർ 4 ആൾ മറവട്ടിനോടുത്ത് അപ്പോഴുണ്ട് അവിടെ മുഖം ഇങ്ങനെ വെച്ചുകൊടുത്ത് നോക്കൊണ്ടി കസ്തൂരിയുടെ സുഗന്ധം ഇങ്ങനെ ഗമിക്കുന്നത് കാണാം. അവിടെ ആരും സെന്റ് കൊണ്ടുപോയി വെച്ചിട്ടൊന്നുമില്ല, അവിടെ ആരും അച്ഛൻ കൊണ്ടുപോയി വെച്ചിട്ടൊന്നുമില്ല. അവിടെ ഇങ്ങനെ നിന്നിട്ട് ആ മക്കാമിൽ നിന്നിട്ട് അവർക്ക് ഇങ്ങനെ തല വെച്ചിട്ട് നമ്മളിങ്ങനെ സിയാറത്ത് ചെയ്യുമ്പോൾ ഒരു കസ്തൂരിയുടെ സുഗന്ധം ഇങ്ങനെ ഗമിക്കുന്നത് കാണാം. അതാ ഉഹുദ് ശുഹദാക്കൾ. അവിടെ കിടക്കുന്ന സയ്യിദു ശുഹദാ ഹംസത്തുൽ കറാർ, നമ്മളെ ഇഖ്ലാസ് കൊണ്ട് നീ മജ്ലിസിൽ വരണം. അപ്പോഴേ നമ്മളെ ഉറൂസ് കബൂലാവുള്ളൂ. അല്ലാഹു ഹംസത്തുൽ കറാറിന്റെ മദദ് ഈ മജ്ലിസിൽ അല്ലാഹു എത്തിക്കുമാറാകട്ടെ, അല്ലാഹു നൽകി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. വളരെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നീണ്ട സമയമൊക്കെ തന്നിട്ടുണ്ട്, നല്ല സമയം കഴിഞ്ഞേക്കണെന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ പല പദ്ധതി നടക്കണ്ട്, എനിക്കും പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. അല്ലാഹു തആല പിന്നെ ചില 3-ാം കൊല്ലം അങ്ങനെ ചരിത്രപരമായി ഒരുപാട് പഠിക്കണ്ട്. അതിലും 1-ാം ഘട്ടം അവർ പരാജയപ്പെടുകയാണ് ചെയ്തത്. 2-ാം ഘട്ടം നബിന്റെ സഹാബത്ത് പറഞ്ഞോടുത്തുന്നില്ല, നിർത്തിയോടുത്തുന്നില്ല, സമ്മതം ചോദിച്ചതുമില്ല. പല ആളുകളൊക്കെ മാറി കളിച്ചപ്പോ 2-ാം ഘട്ടം പരാജയപ്പെട്ടു. അതാണ് 2ാമത്തെ ഘട്ടം ഉഹുദിന്റെ. അതിലൊരു ഹിക്മത്തും കൂടി ഉണ്ട്. ഇനിയിപ്പോൾ ജയിച്ചാട് പോയിട്ട് ഈ മുസ്ലിങ്ങളോട് അങ്ങനെ ഒരു പക വേണ്ട. ഏത് തോറ്റ എളുപ്പത്തരം വെച്ചിട്ട് വരണ്ട, അങ്ങനെയുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു മാന്യതയ്ക്ക് വേണ്ടിയിട്ടാണ് 2ാമത്തെ വിജയം അന്ന് കൊടുത്തത്. പക്ഷേ ഒരു നിന്നില്ല. ഒരു അതിലേറെ ആയിരക്കണക്കിന് ആളുകളുമായി ഹിജ്റ 5-ാം കൊല്ലം വന്നു എവിടേക്ക്? മദീനയിലേക്ക്. ഒരു വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ, സൽമാനുൽ ഫാരിസി വലിയ ബുദ്ധിമാനാണ്, ബുദ്ധിമാനായ സൽമാനുൽ ഫാരിസി തങ്ങളായിട്ട് ചർച്ച നടത്തി. സൽമാനുൽ ഫാരിസി തങ്ങൾ പറഞ്ഞു, നബിയേ ഒരു വന്നോട്ടെ, നമ്മൾ കിടന്നു കീറിക്കള ഖന്തക്ക്. അങ്ങനെയാണ് മദീനന്റെ അതിർത്തിയിൽ, മക്കത്ത് നിന്ന് വരുന്നിടത്ത് മദീനന്റെ അതിർത്തിയിൽ ഒരു വലിയ കിടങ്ങ് കയറിയ കിലോമീറ്റർ കണക്കിന് ദൂരത്തിൽ. അന്ന് JCB ഉള്ള കാലല്ല, ഒരു കൈക്കോട്ടോണ്ടും വിക്കാസുകൊണ്ടും പൊത്തിയിട്ട് വലിയ കിടങ്ങ് കയറി. അത് മുത്തുനബിന്റെ മുഅ്ജിസത്തായിരുന്നു. എന്നിട്ട് വലിയ മദീനത്തിന്റെ ഇക്കരക്ക് സഹാബത്ത് താവളം അടുപ്പിച്ചു. ഒന്നും പോയാൽ കാണാം, ഒരു ഏക്കറ ഭൂമിയിൽ 7 പള്ളിയാണ്. മസ്ജിദ് സിദ്ദീഖ്, മസ്ജിദ് സൽമാനുൽ ഫാരിസി, മസ്ജിദ് ഉമർ ബിൻ ഖത്താബ്, മസ്ജിദ് ഫാത്തിമ, മസ്ജിദ് അലി, മസ്ജിദുൽ ഫത്ഹ്, ഇങ്ങനെ 7ഓളം പള്ളി ഒരൊറ്റ ഏക്കർ ഭൂമിയിൽ. ബഹ്റുൽ ഉലൂം വക്കി ഉസ്താദ് ശൈഖുന എന്നോട് പറഞ്ഞു, ഞാൻ ഫസ്റ്റിൽ ഹജ്ജിന് വന്നപ്പോ മസാജിദ് കമ്പത്ത് ഇങ്ങനെ സിയാറത്ത് ചെയ്തപ്പോ എൻ്റെ മനസ്സൊക്കെ അല്ലാഹു ഇങ്ങനെ ഇട്ട് തന്നു, പള്ളി ഉണ്ടാക്കണം. ഇതാണ് പോയി പഠിപ്പിക്കുന്നത്, പള്ളി ഉണ്ടാക്കണം. ആ വരവ് വന്നിട്ട് ഞാൻ ഇയാസുദ്ദീൻ ആദ്യം പള്ളി ഉണ്ടാക്കി. പിന്നെ ഞാൻ എൻ്റെ വീട്ടുമുറ്റത്തൊരു പള്ളി ഉണ്ടാക്കി. ശൈഖുന സ്വന്തം കൈകളാൽ നിർമ്മിച്ച 2 പള്ളിയാണ്. ഒന്ന് ഇയാസുദ്ദീനിലെ പള്ളിയും ഒന്ന് എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള പള്ളിയും. പള്ളി ഉണ്ടാക്കണം. പള്ളി ഉണ്ടാക്കൽ മുടക്കല്ല വേണ്ടത്, പള്ളി ഉണ്ടാക്കുന്നവർക്ക് സഹായിച്ചു കൊടുക്കുക വേണ്ടത്. പള്ളി ഉണ്ടാക്കി, അത് നമുക്ക് പ്രചോദനമാണ് പള്ളി ഉണ്ടാക്കാൻ. അങ്ങനെ താവളം ഉറപ്പിച്ചു. ഉറച്ചവിടെ നിന്ന് എല്ലാവരും മക്ക മുശ്രിക്കുകൾ വന്നു നോക്കുമ്പോ കിടക്കാൻ വയ്യ. ചിലരൊക്കെ സൂത്രം ഉപയോഗിച്ച് കിടങ്ങിൽ ഇറങ്ങി നോക്കി. ഇറങ്ങിയപ്പോ അമ്പ് ഇങ്ങനെ ചെല്ല, അമ്പ് കൊണ്ട് ഓല് ഇങ്ങനെ പണി ചെയ്യാം. അപ്പൊ ഇറങ്ങല് നിർത്തി, ഒരു താവളം അടിച്ച് അങ്ങേ സൈഡിൽ ഓല് നിന്നു. മുത്തനബി പറഞ്ഞു, അക്കരക്ക് അമ്പ് ചെയ്യല്ലേ, കടന്ന് അമ്പ് ചെയ്യല്ലേ, കിടങ്ങിൽ ആരിറങ്ങിയാലും വെച്ചോളാം,
ഉടനെ വെച്ചോളൂ അമ്പ്. അതാണ് യുദ്ധത്തിന്റെ അതവ്. ഇരുന്നപ്പോ തങ്ങൾ സുജൂദിൽ കിടന്നിട്ട് ഒരൊറ്റ ദ്വായാണ്. അതിലവിടെ ഭയങ്കരമായ കൊടുങ്കാറ്റും ഭയങ്കരമായ മഴയുണ്ട് പെയ്ത് പൊടി ധൂളങ്ങളൊക്കെ കൂടി ഭൂമിയിൽ അന്തരീക്ഷത്തിൽ പറന്ന് കണ്ണിലും മൂക്കിലും ഒക്കെ കൂടി കേറി കണ്ണാണാനായി സാധനമൊക്കെ പാറിപ്പോയി. ആ മുശ്രിക്കീങ്ങൾ മക്കയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഖന്തക്കിൽ തൂഫാനായി മടങ്ങിപ്പോയ മുശ്രിക്കീങ്ങൾ 5-ാം കൊല്ലം മടങ്ങിയപ്പോ അള്ളാന്റെ ഓർഡർ റസൂലുള്ളാഹിനോട്, ഇനി ഇരിക്കാൻ പാടില്ല നബിയെ, ഹിജ്റ 6-ാം കൊല്ലം പോകണം നിങ്ങൾ ഉംറക്ക്. അങ്ങനെ നബിയും സഹാബത്തും നിങ്ങളൊരു അർദ്ധരാത്രി ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നതല്ലേ, പോകണം, നിങ്ങൾ ഉംറക്ക് പോകണം. അങ്ങനെയാണ് നബിയും സഹാബത്തും മക്കയിലേക്ക് ആദ്യമായി ഉംറക്ക് പോകുന്നത്. ഉംറക്ക് ചെന്ന് ഹറമിന്റെ അതിർത്തിയാകുന്ന ഹുദൈബിയയിൽ ചെന്നപ്പോൾ തങ്ങൾ പറഞ്ഞു, നമ്മൾ പെട്ടെന്നാട് ഓടിപ്പോയതല്ലേ, പെട്ടെന്നാട് കിടക്കണ്ട, ഒരാളെ പറഞ്ഞയച്ചിട്ട് നമ്മൾ വിവരം പറയാം, ഞങ്ങൾ ഉംറ ചെയ്യാൻ വന്നതാണ്, ഞങ്ങൾ ഉംറ ചെയ്ത് മദീനത്തേക്ക് മടങ്ങും ചെയ്യും. ഈ വിവരം പറയാൻ വേണ്ടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. ഇവര് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ തടങ്കലിൽ വെച്ചു എന്ന് മാത്രമല്ല, വിളംബരപ്പെടുത്തി ഞങ്ങൾ ഉസ്മാനെ കൊന്നു കളഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇതുപോലെ നോക്കുകയാണ്, ഇതിങ്ങോട്ട് വിളംബരപ്പെടുത്തിയാൽ റസൂലുള്ളാഹി പാർട്ടി പേടിച്ചോടുമോ? ഇതൊരു ഇളക്കലാണ്, ഇളക്കി നോക്കുകയാണ്. ഈ ഇളക്കൽ നടത്തി നോക്കിയതാണ്. തങ്ങൾ അപ്പഴൊക്കെ വിളിച്ചു വരുത്തി, അല്ല സഹാബത്തെ നിങ്ങൾ കേട്ടില്ലേ, ഉസ്മാനെ പോലെ കൊലപ്പെടുത്തി എന്നാണ് ഈ കേൾക്കുന്ന വാർത്ത, നിങ്ങൾ എന്താണ് നിങ്ങളെ തീരുമാനം? അതിൽ ഓരോരുത്തരും വന്ന് തങ്ങളേക്ക് ബയ്യത്ത് ചെയ്യാം, കൈ ഇങ്ങനെ പിടിച്ചിട്ട് തങ്ങൾ എന്ത് പറഞ്ഞാലും റെഡി. ഓക്കെ, ഇവിടെ താമസിക്കണം, ഇവിടെ താമസിക്കണം, ഉംറ ചെയ്യണോ ഉംറ ചെയ്യൂ, മടങ്ങിപ്പോണോ മടങ്ങിപ്പോണോ, യുദ്ധം ചെയ്ത് മരിക്കണോ ഞങ്ങൾ യുദ്ധം ചെയ്ത് മരിക്കും. ഈ തീരുമാനങ്ങൾ വന്നപ്പോ മുശ്രിക്കീങ്ങൾ മനസ്സിലാക്കി, ആരാ തീരുമാനിക്കണമെന്ന്? അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, അലി ഇബ്നു അബീ താലിബ് ഇങ്ങനത്തെ മഹത്തുക്കളായി ബയ്യത്ത് ചെയ്യണത്. ഒരു കാര്യം പറഞ്ഞ മാതിരി ചെയ്യും. നമ്മളെ മാതിരി ചവിട്ടടക്കണ ആളല്ല, ഒരു പറഞ്ഞു കൊടുത്ത് വെക്കുന്ന ആൾക്കാരാണ്. അപ്പോ ഇത് കഴിഞ്ഞപ്പോ മക്ക മുശ്രിക്കീങ്ങൾക്ക് മനസ്സിലായി നമ്മളെ കളി നടക്കൂല. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ വിട്ടയക്കുകയും കൂടെ ഒരു ദൂതനെ പറഞ്ഞയക്കുകയും ചെയ്തു. ദൂതൻ വന്ന് സമ്മതം ചോദിച്ചപ്പോ സഹാബത്ത് പറഞ്ഞു, ഇതൊക്കെ അവിടെ നമ്മൾ ചോദിക്കട്ടെ, തങ്ങളോട് സമ്മതം ചോദിക്കട്ടെ. തങ്ങളോട് പറഞ്ഞു, മുശ്രിക്കീങ്ങൾ ദൂതനെ പറഞ്ഞയച്ചിട്ടുണ്ട്. ആരാ വന്നൊക്കെ ചോദിച്ചു, സഹുലാണ് എന്നാണ്. സഹുലെല്ലാം ബ്രോ, ഈ കാര്യം എളുപ്പമായി, ഇവിടെ വരാൻ പറയുന്നു. ചില പേരൊക്കെ ഇടുമ്പോഴേ ശ്രദ്ധിച്ച് പേരുണ്ടാവും. വന്ന ആളെ പേര് സഹുലായപ്പോ സഹുലെല്ലാം ബ്രോ, അല്ലാതെ കുട്ടികൾക്ക് വലിയ ഷിദ്ദത്തുകളൊന്നും പേരിടരുത്. അങ്ങനത്തെ പേരൊക്കെ ഇട്ടാൽ കുട്ടി ഒരു ഷദീദായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടികളൊക്കെ നല്ല സാലിഹീങ്ങളായ മക്കളാക്കട്ടെ, നല്ല പേരിടാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. അവിടെയാണ് സഹല് അന്ന് മുശ്രിക്കീങ്ങളുടെ ഭാഗത്താണെങ്കിലും പിന്നീട് സഹാബിയായി മാറിയിട്ടുണ്ട്. സഹല് റളിയല്ലാഹു അൻഹു ആയിട്ടുണ്ട്. അങ്ങനെ അവിടെ ചർച്ച നടത്തി ഉടമ്പടി എഴുതി. എന്താ ഉടമ്പടി? ഞങ്ങൾക്കില്ല ഒരു അഭിമാനം, കൊല്ലങ്ങളൊന്നും മടങ്ങിപ്പോണം, അടുത്ത കൊല്ലങ്ങൾ ഉംറക്ക് വന്നോളൂ, ഇനി ഒരു 10 കൊല്ലം നമ്മൾ തമ്മിൽ യുദ്ധമില്ല, ഞങ്ങൾക്ക് ആണ്ടും വരാം, അങ്ങോട്ടും ഇങ്ങോട്ടും വരാം, പോകാനും വരാനും കച്ചവടം ഏർപ്പാടും. കാരണം ഇവർ ആകെ പേടിച്ചിട്ട് ബദറും ഉഹുദും ഖന്തക്കും ഇതൊക്കെ കൂടി കഴിഞ്ഞപ്പോഴത്തിന് ഇവർക്ക് പുറത്തിറങ്ങാൻ പിന്നെ പേടി തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി നമ്മൾ യുദ്ധമില്ല. ഈ ഒരു ഹുദൈബിയ്യ സന്ധി, ഈ ഹുദൈബിയ്യ സന്ധി എഴുതിയതോടുകൂടി നബിയും സഹാബത്തും ആ കൊല്ലം മടങ്ങിപ്പോയി. ഹിജ്റ 7-ാം കൊല്ലം ഉംറക്ക് വന്നു, ഉംറ ചെയ്തു പോയി. 8-ാം കൊല്ലം റസൂലുള്ളാഹിക്ക് അല്ലാഹുവിന്റെ ഓർഡർ, ഇനി ഇരിക്കേണ്ട നബിയെ പോയിക്കോളി മക്കയിലേക്ക്, മക്ക കീഴടക്കി. അങ്ങനെയാണ് ഹിജ്റ 8-ാം കൊല്ലം മക്കയിലേക്കുള്ള വരവ്. ആ ഹിജ്റ 8-ാം കൊല്ലം മക്കയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ വന്നു, മക്ക കീഴടക്കി. 9-ാം കൊല്ലം റസൂലുള്ളാഹിന്റെ കാര്യപ്രസക്തമായ ഹജ്ജത്തുൽ വദാഅ്, 10-ാമത്തെ കൊല്ലം മുത്ത് റസൂലുള്ളാഹിന്റെ വഫാത്ത്. ഹബീബ് റസൂലുള്ളാഹി ഈ ലോകത്തോട് വിട പറഞ്ഞു. ചരിത്രപരമായി ഓരോ വർഷങ്ങളും ഓരോ മാസങ്ങളും വളരെ കൂടുതലേറെ മുസ്ലിമീങ്ങൾ പഠിക്കേണ്ടതാണ്. അല്ലാഹു
ഈ ഇന്ത്യ രാജ്യത്ത് വലൻ യജഅലല്ലാഹു ലിൽകാഫിരീന അലൽ മുഅ്മിനീന സബീലാ എന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളെ അല്ലാഹു ഈ ഭൂമിയിൽ നിലനിർത്തട്ടെ. അല്ലാഹു ശക്തി നൽകട്ടെ. നിരപരാധികളെ ഒരു ജീവിയെയും ഉപദ്രവിക്കുന്ന സ്വഭാവക്കാരെ അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. അല്ലാഹു എല്ലാവർക്കും ഗുണം ചെയ്തു കൊടുക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഇവിടെ ഇന്ത്യ രാജ്യം അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു സമാധാനത്തിലേക്ക് കൊണ്ടുവരട്ടെ. നമ്മളെ ആഖിബത്ത് അല്ലാഹു നന്നാക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി